പായ മാറിയിട്ടില്ല, ഇരുത്തൊക്കെ മാറിയിട്ടാ. അത് ആദ്യം നമ്മൾ കിഴക്കോട്ടിരുന്നിരുന്നു, പിന്നെ പടിഞ്ഞാട്ടിരുന്നിരുന്നു, ഇപ്പോ തെക്കോട്ടിരുന്നിരിക്കുന്നു. ജസ്റ്റ് ഇതിന്റെ ലോങ് നോട്ട് മാത്രം വായിക്കുക. ഞാനിത് ചെയ്തപ്പോ എന്ത് പേരിടണമെന്നൊന്നും അറിഞ്ഞിട്ട് ചെയ്തതല്ല. അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ഇട്ടപ്പോ രാധേകൃഷ്ണൻ, കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ നമ്മുടെ ഓടക്കുഴൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കൃഷ്ണനെ. രാധേനെ എനിക്കിഷ്ടമാണ്. പക്ഷെ ബാക്കിയുള്ളവർ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? സത്യഭാമുണ്ട്, രുക്മിണി ഉണ്ട്, അങ്ങനെ കുറെ ടീമുണ്ടല്ലോ നമ്മുടെ കൃഷ്ണന്റെ കഥകളിൽ. എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിലേറ്റവും നന്നായിട്ട് ഓടക്കുഴൽ വായിക്കുന്നവരാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നുണ്ടോ? അത് നന്നായി ആലോചിക്കേണ്ട സംഭവമാണ്. നമ്മുടെ ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിച്ചു, ഇതിന്റെ പുറകെ രാധയും സത്യഭാമയും രുക്മിണി അങ്ങനെ തുടങ്ങി 16,208 പേര് പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ശ്രീകൃഷ്ണന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ നന്ദഗോപര്, നമ്മുടെ കംസൻ തടവറയിലിട്ടിട്ട് അങ്ങനെയാണല്ലോ ശ്രീകൃഷ്ണൻ 8ാമത്തെ പുത്രനായി ജനിക്കുന്നതായിട്ടും ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിലൊക്കെ കുറെ അർത്ഥങ്ങളുണ്ട്. 8ാമത്തെ പുത്രനാണ്, കംസനെ നിഗ്രഹിക്കുന്നുണ്ട്. ഈ സംഭവത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് ഗഹനമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത, അതായത് ഗീത നമ്മുടെ പാരായണം എന്നും മനസ്സിലാക്കുന്നവർ വേറെ രീതിയിലേക്ക് വരാത്തവരിട്ട. എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ 2 സാധനമുണ്ട്. ഒന്ന് ബ്രഹ്മകുമാരീസിലെ ജ്ഞാനമുണ്ട്, ഭക്തിയിലെ ജ്ഞാനമുണ്ട്. ഇത് രണ്ടും തമ്മിൽ നല്ല വൃത്തിയിൽ പലരും പറയുന്നുണ്ട്. നമ്മൾ പല സിസ്റ്റേഴ്സ്, പല ബ്രദേഴ്സ് പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാല് പല ആളുകൾക്കും പലതും പ്രാക്ടിക്കലായി കാണുന്നു. ഞാൻ എൻ്റെ മടിയിൽ ഇപ്പൊ ശ്രീകൃഷ്ണനെ ഇരുത്തിയിട്ട് മോനെ കുട്ട നീ നിന്റെ കഥ പറ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന് പറയാന് ഒരു കുഞ്ഞാണെങ്കിൽ അതിന് എത്രത്തോളം പറയാൻ പറ്റും? ഞാൻ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ നീ ഒരു കഥ പറ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനത് പറയാൻ കഴിയുമോ? ശ്രീകൃഷ്ണൻ എന്തൊക്കെ പണിയുണ്ട്, ശ്രീരാധയ്ക്ക് എന്തൊക്കെ പണിയുണ്ട്. ഇന്നിപ്പോ ശ്രീകൃഷ്ണനും ശ്രീരാധയൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഞാൻ പോയി എന്ന് വെക്കും. അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുത്ത് ഇതിങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇതാണ് സംഭവം, നമ്മൾ പറഞ്ഞ കഥകൾ വേറെയാണ്, ഇതാണ് റിയാലിറ്റി. ഇപ്പൊ യുഗം മാറും, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്തരം ഓവറായിട്ട് പറഞ്ഞ് തള്ളി വിടുന്നില്ല. പ്രാക്ടിക്കലായിട്ട് ചില സംഭവം ഞാൻ പഠിച്ച സംഭവങ്ങളിൽ കുറച്ച് ലോങ് നോട്ട് വായിച്ചാൽ അത് കഴിഞ്ഞിട്ട് ബാക്കി കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതിപ്പോ നമുക്ക് ഇന്ന് തന്നെ 500 ആക്കണം. വെയിറ്റ്.
ആരോഹണം വലിയ കുഴപ്പമില്ലാതെ പോയി, അവരോഹണം വരുമ്പോ തെറ്റി. തെറ്റ് തെറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ, നമുക്ക് ശരിയാക്കാം.